ഹായ് ഓളപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുറേ പേര് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാനാണ് വന്നത്. ചോദ്യങ്ങൾ എന്ന് പറയുമ്പം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സ്കിൻ കെയർ അതിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ലൈക്ക് കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയ സീറം ഏതാണ്, അല്ലെങ്കിൽ നോർമൽ സ്കിന്നിന് പറ്റിയ സീറം ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫേസ് വാഷ് ഏതാണ്, ഏറ്റവും നല്ല സൺസ്ക്രീൻ ഏതാണ്, സെൻസിറ്റീവ് സ്കിന്നിന് ഏതാണ്, അങ്ങനെ ഒത്തിരി കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ചോദ്യത്തിനൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉത്തരവില്ല ഗൈസ്. ഉത്തരവില്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ് ഒന്നും അല്ല, ഞാൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ല. നിങ്ങൾക്ക് അതേപോലത്തെ ലൈക്ക് ഒരു സ്കിൻ കെയറിൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ഒരു സജഷൻ തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡോക്ടർ അല്ല. പക്ഷേങ്കിൽ ഒരു ഓയിലി സ്കിന്നിന് പറ്റിയ ലൈക്ക് എൻ്റെ ഓയിലി സ്കിന്നാണ്, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ റിവ്യൂ പറയാൻ, അതായത് എനിക്ക് ഉപയോഗിച്ചിട്ട് എന്താണ് ഉണ്ടായത്, എൻ്റെ ഫീലിംഗ്, എനിക്ക് എന്താണ് അനുഭവം ഉണ്ടായത് എന്നുള്ളത് പറയാൻ എന്നെ കൊണ്ട് പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഏത് ലൈക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നോട് വന്നിട്ട് ഭയങ്കരമായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ട് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അറിയത്തില്ല എന്താണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. ലൈക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കുറേ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഡോക്ടർമാരെ പോലെ നിങ്ങൾക്ക് കുറേ അഡ്വൈസ് തരുന്ന കണ്ടിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ആ ഒരു ആളല്ല ഞാൻ. എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തില്ല. അതിന് പകരമായിട്ട് ലൈക്ക് ഒരു ഓയിലി സ്കിന്നുകാരനായിട്ടുള്ള ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ അതിൽ ഏതൊക്കെയാണ് റിസൾട്ട് കിട്ടിയെന്ന് വെച്ചിട്ട് ഒരു ചെറിയ ഓയിലി സ്കിന്നുകാർക്ക് ഒരു ചെറിയ ഗൈഡൻസ് തരാനൊക്കെ എനിക്ക് പറ്റും. അതായത് ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. എനിക്ക് ലൈക്ക് എൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാട്ടിത്തരാം. അവിടെ നിന്ന് ഞാനിപ്പം ഈ ഒരു സ്റ്റേജിലേക്ക്, ഇപ്പം ഇരിക്കുന്ന ഈ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ പണിയെടുത്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിനിറ്റ്, ഒരു വണ്ടി പോകുന്നു, അന്ന് പോട്ടെ, സൗണ്ട് അല്ലെങ്കിൽ ക്രാഷ് ആവും. ഓക്കെ, സോ പഴയ ആ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഇപ്പം ഞാൻ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. സോ ഇതിലേക്ക് മാറിയത് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ കുറേ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ടാണ്. നമ്മൾ സ്കിൻ കെയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുവരാൻ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു ചെയ്ത അറ്റകുറ്റപ്പണികൾ, കൈൻഡ് ഓഫ് സ്കിൻ കെയർ പരിപാടികൾ ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ പോയ ആ ഒരു ജേണി, അത് വെച്ചിട്ട് എനിക്ക് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാൻ പറ്റും. ലൈക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് പ്രകാരം ഒരു ഗൈഡൻസ് തരാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ, ഒന്നും അറിയാത്ത ആൾക്കാർ വന്നിട്ട് ഡോക്ടർമാരെ പോലെ നിങ്ങളോട് അത് ഉപയോഗിക്കും ഇത് ഉപയോഗിക്കുന്നു പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അങ്ങനെ പറയാൻ എനിക്ക് അറിയത്തുമില്ല, അങ്ങനെ ഞാൻ പറയത്തുമില്ല. ബിക്കോസ് എനിക്ക് ഒരു ഗൈഡൻസ് എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് തരാൻ സത്യം പറയാനും അറിയത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയാലോ ഗൈസ്. നിങ്ങളെപ്പോലെ ഓരോ സാധനങ്ങൾ ഉപയോഗിച്ച് പണിയൊക്കെ കിട്ടി, അതിൽ ചിലതൊക്കെ നല്ലതാണെന്ന് മനസ്സിലാക്കി, അങ്ങനെ ലൈക്ക് ഒരു നോർമൽ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്താണോ അതാണ് ഞാൻ. അതിൽ ഞാൻ വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഡിഫറൻസ്. അല്ലാതെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എന്നെ ഡോക്ടർ ആക്കുന്നില്ല അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് ആക്കുന്നില്ല നിങ്ങൾക്ക് സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ ചെയ്യാത്തത്. പലപ്പോഴും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ എന്താ റിപ്ലൈ തരാത്തതെന്ന്. ലൈക്ക് പല ക്വസ്റ്റ്യൻസും ഇതേപോലത്തെയാണ്. ഒരു ഡോക്ടർ നിങ്ങൾക്ക് ഉത്തരം തരേണ്ട ക്വസ്റ്റ്യൻസിന് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. സോ അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരോട് ഐ എം സോ സോറി, എൻ്റെ കയ്യിൽ അതിനുള്ള ഉത്തരവില്ല. മറിച്ച് ഓരോ പ്രൊഡക്ട്സിൻ്റെ, അതായത് എൻ്റെയും സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എനിക്കും, ലൈക്ക് ഓയിലി സ്കിന്നുകാരനായിട്ടുള്ള എനിക്കും, അല്ലെങ്കിൽ ചില പ്രൊഡക്ട്സ് ഒക്കെ എല്ലാ സ്കിന്നിനും സ്യൂട്ടബിൾ. അപ്പം അങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പോലെ ഞാൻ നല്ല കിടലം പക്കായിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് തരും. അപ്പോൾ ഒന്നാമതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണിത്. രണ്ടാമത്തെ നിങ്ങളുടെ ചോദ്യമാണ്, ബ്രോ എന്താണ് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാൻ. സോ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ റിവ്യൂ കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഫേസ് വാഷിന്റെ കേസ് എടുത്താൽ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. എനിക്ക് ഒരു വർഷം അതായത് 12 മാസത്തിൽ 12 ഫേസ് വാഷിന്റെയാണ് മാക്സിമം വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ, റിവ്യൂ ഇടാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു ഫേസ് വാഷ് നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു മാസം വേണം. സോ ഒരു മാസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിച്ച് നോക്ക്. ഒരു 12 ഫേസ് വാഷിന്റെ വീഡിയോ ആണ് എനിക്ക് ഒരു വർഷം ഇടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പല ക്രിയേറ്റേഴ്സിന്റെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ മാസത്തിൽ ഒരു 5-6 സെറവും അതേപോലെ മാസത്തിൽ 5-6 ഫേസ് വാഷുകളുടെയും വീഡിയോസ് ഇടുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. സോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരു വ്യക്തിക്ക് ഒരു പ്രൊഡക്റ്റ് അറ്റ്ലീസ്റ്റ് 30 ദിവസമെങ്കിലും ഉപയോഗിച്ചാലാണ് അതിന്റെ റിവ്യൂ ഇടാൻ പറ്റുക. പിന്നെ എങ്ങനെയാണ് ഇവന്മാർ ഈ മാസത്തിൽ 5-10 പ്രൊമോഷൻസ് ചെയ്ത് കൂട്ടുന്നതെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ആവശ്യപ്പെടുന്ന പടപടയെന്നുള്ള വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റാത്തത്. ലൈക്ക് റിവ്യൂ വീഡിയോസ് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം അതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് തന്നെ എനിക്ക് ഇത്രയും നാളായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ആകെ 3
വീഡിയോ മറ്റോ ആണ് ഫേസ് വാഷിൻ്റെ ഇട്ടിട്ടുള്ളൂ. ഫേസ് വാഷിൻ്റെ 3 വീഡിയോ ഇട്ടിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല, 1-2 ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതും ഞാൻ 6 മാസത്തോളം അങ്ങാണ്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ അത്ര ഇട്ടിട്ടുള്ളൂ. ബിക്കോസ് എനിക്ക് അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഒരു പക്കായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിവ്യൂ പറയുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ വരാൻ പറ്റത്തില്ല. ബിക്കോസ് റിവ്യൂ ആണ് നിങ്ങൾ ചോദിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് മേടിക്കണം, അത് ഉപയോഗിച്ച് നോക്കണം, അത് നല്ലതാണെന്ന് എനിക്ക് പക്കയായിട്ട് ഷുവർ ആണെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. മോശമാണെങ്കിൽ ആ മോശമാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ എങ്ങനെയാണെങ്കിലും ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് പടപടയെന്ന് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. പകരം നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സീരീസ് മാതിരി അല്ലെങ്കിൽ ഒരു വ്ലോഗ് മാതിരി ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഡെയിലി ലൈഫ് സ്റ്റൈൽ എൻ്റെ കാട്ടിത്തരാൻ പറ്റും. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രൈ ചെയ്യുന്നത്, ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഞാനൊരു വ്ലോഗ് ടൈപ്പിൽ വീഡിയോ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഫിറ്റ്നസ്, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ്, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ കൈൻഡ് ഓഫ് വീഡിയോസ് ഒരു വ്ലോഗ് പോലെ നിങ്ങൾ കാണാനിരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുതരാം. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോങ് ടേമിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ വീഡിയോസ് നിന്ന് മനസ്സിലാക്കാം ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ആ ഗുണം കിട്ടിയതെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്നെ ബിലീവ് ചെയ്യാൻ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കാരണക്കാരനാവും. സോ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു വ്ലോഗ് തരത്തിൽ നിങ്ങൾക്ക് വീഡിയോസ് വേണം താല്പര്യമുണ്ട്. ഫിറ്റ്നസ്, സ്കിൻ കെയർ, അതേപോലെ സെൽഫ് ഡെവലപ്മെന്റ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അതെനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് തരാൻ പറ്റും. പക്ഷേങ്കിൽ റിവ്യൂസ് അതെന്താണെങ്കിലും ടൈം എടുക്കും ഗൈസ്. പെട്ടെന്ന് ചടയെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്തു തരാൻ പറ്റത്തില്ല. ഉപയോഗിച്ച് നോക്കി നല്ലതാണോ മോശമാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് റിവ്യൂ വീഡിയോസ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എവിടെയെന്ന്. ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു, ജിമ്മിലൊക്കെ പോകാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുമെന്നറിയില്ല. ബട്ട് അതെനിക്ക് കൺസിസ്റ്റന്റ് ആക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ അമ്മമ്മ ആ ടൈമിലാണ് മരിച്ചത്. അപ്പം ആ ഒരു കാരണമൊക്കെ കൊണ്ട് നമ്മൾ പിന്നെ അതങ്ങോട്ട് ഡിലേ ആയിപ്പോയി. നമ്മൾ പിന്നെ പോയില്ല, ജിമ്മൊന്നും കൺസിസ്റ്റന്റ് ആക്കാൻ പറ്റിയില്ല. അതൊരു ബ്രേക്കായി പോയി. പറ്റുവാണെങ്കിൽ ഞാൻ വീണ്ടും ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്നുണ്ട്. അതും നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്കറിയണം. ജിമ്മിൽ പോയി ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് ഒന്നും കൂടെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ. ഇപ്പം അത്യാവശ്യം എനിക്ക് തോന്നുന്നു 90 കിലോ ആ സംതിങ് അങ്ങനെ എന്തോ വെയിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വെയിറ്റിൽ നിന്ന് കുറഞ്ഞ് താഴേക്ക് പഴയ വെയിറ്റ് നല്ലൊരു വെയിറ്റിലേക്കൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഫുഡ്, അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റിൽ അറിയിക്കുക. ആ വീഡിയോ ഞാൻ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് 2026 ഇനിയും ടൈം ഉണ്ട്, 2 മാസം കൂടെ ഉണ്ട്. 2 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ നിങ്ങളും കൂടെ പറയണം. നിങ്ങൾക്കും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. വ്ലോഗ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വീഡിയോസ് കൊണ്ടുവരാം. ഓക്കെ. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മളൊരു വ്ലോഗായിട്ട് പോവുകയാണെങ്കിൽ തന്നെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതേപോലെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ബെറ്റർ ആയത് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. കാരണം എനിക്കിപ്പോഴും ഡൗട്ടാണ് നിങ്ങൾ ഇതൊക്കെ കാണുമോ എന്നുള്ളത്. ബിക്കോസ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് ഞാനിങ്ങനെ കാട്ടിത്തരുമ്പോൾ അത് കാണാനിരിക്കാൻ ആൾക്കാരുണ്ടാവുമോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഡൗട്ട് തന്നെയാണ്. ബട്ട് നിങ്ങൾ അതിനുണ്ടെന്ന് എനിക്കൊരു വിശ്വാസം ഇപ്പം തരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ വീഡിയോസ് മുന്നോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. സോ നമുക്ക് അങ്ങനെ ഒരു എല്ലാം ലൈവായിട്ട് കാട്ടുന്ന ഒരു രീതിയിലുള്ള വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുക. നമുക്ക് എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.